എല്ലാ കൂട്ടുകാർക്കും മൈൻക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ആയിട്ടുള്ളതാണ്. ഭയങ്കര എനിക്കിഷ്ടമായി, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, കുഴപ്പമില്ല, എനിക്കിഷ്ടമായി, നന്നായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ സ്ക്രാപ്പ് ബുക്കൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. സോ നമ്മുടെ നെക്സ്റ്റ് ഐറ്റമാണ് ഇത്. അപ്പം ഇതെന്താണെന്നുള്ളത് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഓപ്പണിങ് ഇതാണ് നമ്മുടെ അടുത്ത ഐറ്റം.
ഇതൊരു കട്ടിംഗ് മാറ്റാണ്, കാണാൻ പറ്റും. കട്ടിംഗ് മാറ്റാണ്. കട്ടിംഗ് മാറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പല വർക്ക്സിലും നമ്മൾ കട്ട് ചെയ്യാനായിട്ട് തെർമോക്കോൾ കട്ടർ വെച്ചിട്ട് ഇപ്പോൾ പേപ്പർ ആയാലും ചാർട്ട് പേപ്പർ ആയാലും നമ്മൾ കട്ട് ചെയ്യില്ലേ, കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ടേബിളിൽ അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും പുറത്ത് വെച്ചിട്ടായിരിക്കും ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ടേബിളിലൊക്കെ സ്ക്രാച്ചസ് വരാനും ടേബിൾസൊക്കെ ഒരുമാതിരി ആയി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ന്യൂസ് പേപ്പർ കട്ടിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ന്യൂസ് പേപ്പർ കട്ടിക്ക് വെച്ചിട്ട് അതിൻ്റെ മേലിൽ വെച്ചിട്ടായിരുന്നു കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് ഞാൻ മാറ്റിയിട്ട് പഴയ ഒരു റൈറ്റിംഗ് പാഡ്, നമ്മുടെ എക്സാം ബോർഡില്ലേ, എക്സാം ബോർഡ്, പഴയ ഒരു എക്സാം ബോർഡ് എടുത്തിട്ട് അതായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ആ കട്ടിങ്സ് നമ്മൾ ഒരു പ്രാവശ്യം കട്ട് ചെയ്താൽ ആ ഒരു നല്ല കട്ടിങ്സ് അവിടെ ഉണ്ടാവും. പക്ഷെ കുഴപ്പമില്ലാതെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും എനിക്കൊരു കട്ടിംഗ് പാഡ് അല്ലെങ്കിൽ കട്ടിംഗ് മാറ്റ് മേടിക്കണമെന്ന് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. അപ്പോൾ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു ഐറ്റമാണ് ഈ കട്ടിംഗ് മാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ കുറേ സൈസസ് ഉണ്ട്. A3 ഉണ്ട്, A4 ഉണ്ട്, A5 ഉണ്ട്, പല പല സൈസസിലുണ്ട്. അപ്പോൾ ഞാനൊരു A4 സൈസിലുള്ളതാണ് സെലക്ട് ചെയ്ത് മേടിച്ചിട്ടുള്ളത്. ഇതിൽ പല സൈസസ് അവൈലബിൾ ആണ്. ഇതിൽ സൈസസ് തന്നെ എഴുതിയിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടാവും. A0, A1, A2, A3, A4 ആൻഡ് B5 അത് സെൻറ്റിമീറ്ററിലാക്കിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന A4 ആണ്. A4 എന്ന് പറയുമ്പം ഇതിൻ്റെ ഫുൾ സൈസ് വന്നിട്ട് 30x22 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. അതായത് 12x9 ഇഞ്ചസ് ആണ് വരുന്നത്. അപ്പം ഇതിൻ്റെ ഒരു വലിയൊരു ബെനിഫിറ്റ് അല്ലെങ്കിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൽ മെഷർമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് സ്കെയിൽ യൂസ് ചെയ്യാണ്ട് തന്നെ നമുക്ക് മെഷർ ചെയ്തിട്ട് ഇതിൽ കട്ട് ചെയ്യാൻ പറ്റും. അത് നല്ലൊരു ബെനിഫിറ്റാണ് കേട്ടോ. പിന്നെ ഇതിൽ വന്നിട്ടുള്ള ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു സാധനം ഉണ്ട്. അത് നമ്മുടെ തെർമോക്കോൾ കട്ടറാണ്. അതിൻ്റെ പേപ്പറാണ്. ഇതിൽ എഴുതിയിട്ടുണ്ട് ഇത് സെൽഫ് ഹീലിംഗ് റിവേഴ്സിബിളാണ്. മാത്രമല്ല ഇത് ഫ്ലെക്സിബിളാണ് കേട്ടോ. ഇത് PVC ആണ് ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പം ഇത് നല്ല ഫ്ലെക്സിബിളാണ്. പിന്നെ നോൺ സ്ലിപ്പ് സർഫസ് ആണ്. സ്ലിപ്പറി ഒന്നുമില്ല, നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം സ്ലിപ്പറി ഒന്നുമില്ല, നല്ല സ്റ്റിഫായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ സെൽഫ് ഹീലിംഗ് കട്ടിംഗ് മാറ്റ്, കംഫർട്ടബിൾ ഫോർ ഐസ്, പെർഫെക്റ്റ് പ്രൊട്ടക്ഷൻ ഫോർ സർഫസസ്. അതാണ് മെയിൻ. അതായത് നമ്മൾ ഡെസ്ക് അല്ലെങ്കിൽ ടേബിൾസിലൊക്കെ നമ്മൾ ഷാർപ്പ് ബ്ലേഡ്സ് വെച്ചിട്ടാണ് നമ്മുടെ വർക്കിൽ ഉള്ള കട്ടിങ്സൊക്കെ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ഡാമേജ് ആയി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഇത് മാറ്റാനായിട്ട് നമ്മുടെ ഡെസ്ക് ടേബിളിനൊക്കെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഇത് ഹെൽപ്ഫുള്ളാണ്. ഇതിന് പേർപ്പസ് എന്ന് പറയുന്നത് നമുക്ക് ഡ്രോയിങ് പേർപ്പസിന് യൂസ് ചെയ്യാം. നമ്മൾ പോർട്രേറ്റ്സ് ഒക്കെ വരയ്ക്കുമ്പോൾ ഗ്രിഡ് വെച്ചിട്ട് പോർട്രേറ്റ്സ് വരയ്ക്കില്ല, അപ്പം അങ്ങനെ അതിന് യൂസ് ചെയ്യാം. മെഷർമെൻറ്റ്സ് വെച്ചിട്ട് അങ്ങനെ ഡ്രോയിങ്ങിന് യൂസ് ചെയ്യാം. പിന്നെ കട്ടിങ്ങിന്, അതുപോലെ തന്നെ റൈറ്റിംഗ് പാഡായിട്ടും യൂസ് ചെയ്യാം. അത്യാവശ്യം നല്ല കട്ടിയുണ്ട്, അത്യാവശ്യം നല്ല കട്ടിയുണ്ട്, നമുക്ക് കാണാൻ പറ്റും വിഡ്ത്ത് ഇത്രയുണ്ട്, നല്ല കട്ടിയുണ്ട്. അപ്പം റൈറ്റിങ്ങിനും ഡ്രോയിങ്ങിനും കട്ടിങ്ങിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. അത് പെട്ടെന്നൊന്നും ചീത്തായി പോകില്ല. അപ്പം നല്ല നമ്മൾ കൊടുക്കുന്ന ആ ഒരു എമൗണ്ടിന് ബെനിഫിഷ്യലാണ്. ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ്. പിന്നെ വേറെ ഒരെണ്ണം അവർ എഴുതിയിട്ടുള്ളത് ദിസ് മാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് മൗസ് പാഡ് ഫോർ കമ്പ്യൂട്ടേഴ്സിന് നമുക്ക് മൗസ് പാഡ്സ് ആയിട്ടും യൂസ് ചെയ്യാം. ഇതിൽ രണ്ട് സൈഡിലും ഇതിൻ്റെ മെഷർമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ രണ്ട് സൈഡും വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് മോൺസൺ എന്ന് പറയുന്ന കമ്പനീൻ്റെ ആണ്. സൈസൊക്കെ ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. A4 30x22 സെൻറ്റിമീറ്റർ. പിന്നെ ഇതിൽ തന്നെ നമുക്ക് A6 വരും, A5 വരും. അപ്പോൾ അങ്ങനത്തെ മെഷർമെൻറ്റ്സ് ഉണ്ട്. പിന്നെ ആംഗിൾസ് മെഷർമെൻറ്റ്സ് ഉണ്ട്. പല പാറ്റേൺസിലുള്ള ലൈൻസൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ വന്നതാണ് നമ്മുടെ തെർമോക്കോൾ കട്ടർ. ഇത് ഞാൻ ആയിട്ട് മേടിച്ചതല്ല. ഇതിൻ്റെ കൂടെ ഫ്രീ കട്ടർ എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുള്ളതാണ്. അപ്പം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കട്ടിംഗ് മാറ്റ്. എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരെണ്ണം കേട്ടോ. അപ്പോൾ ഐ എം സോ ഹാപ്പി. നല്ല ബെനിഫിഷ്യലാണ്. നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ മേടിച്ച് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് ക്രാഫ്റ്റൊക്കെ ഇഷ്ടമാണ്, ക്രാഫ്റ്റൊക്കെ നന്നായിട്ട് ചെയ്യുന്നവരാണ്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കട്ടിംഗ് പാഡിൻ്റെ അല്ലെങ്കിൽ കട്ടിംഗ് മാറ്റിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിക്കാം. ഇറ്റ്സ് വെരി നൈസ് ആൻഡ് വാങ്ങിക്കാം കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ഇതാണെന്ന് നോക്കാം.